വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോച്യാവസ്ഥയിൽ CPMന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. വാർഡിലെ 7ഓളം വരുന്ന ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. CPM പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതിനകത്ത് ഗ്രാമീണ റോഡുകളുടെ എല്ലാം പ്രവൃത്തി പൂർത്തീകരിച്ചു. CPMകാർ വെറുതെ ഒരു രാഷ്ട്രീയ പ്രേരിത സമരം നടത്തി എന്നാണ് പറഞ്ഞത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയിച്ചുപോയ 4-ാം വാർഡ് മാത്രം ഇന്ന് രാവിലെ വാഹനമെടുത്ത് 7 റോഡുകളിലൂടെ സഞ്ചരിച്ചു. ആ 7 റോഡുകളും പൊളിഞ്ഞ് തകരാറായി കിടക്കുകയാണ്. ഒന്ന് അത്താണിമുക്ക് മുതൽ പാറോപ്പടിയിലേക്ക് പോകുന്ന പള്ളിക്കയറ്റം വരെയുള്ള റോഡ് 4 കിലോമീറ്ററാണ്. അത് നമ്മുടെ റോഡിൻ്റെ ഒരു മെയിൻ റോഡിൻ്റെ ഒരു പാരലൽ റോഡും കൂടിയാണ്. ആ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. മറ്റൊന്ന് അത്താണിമുക്ക് മുതൽ മൃഗാശുപത്രി വരെ ഈ പഞ്ചായത്തിൽ ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ പോലും ആരും അവിടേക്ക് ഓട്ടം വരില്ല. അത്ര ദയനീയമായി കിടക്കുകയാണ്. മറ്റൊന്ന് സെൻറ് തോമസ് ഹൈസ്കൂളിലേക്ക് പോകുന്ന റോഡുകൾ. 10,500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മായന്നൂർ സെൻറ് തോമസ് ഹൈസ്കൂളിലേക്ക് പോകുന്ന കാവുവട്ടം മുതൽ സ്കൂൾ വരെയുള്ള റോഡിൻ്റെ സ്ഥിതി അതിദയനീയമാണ്. സ്കൂളിലേക്ക് എത്തുന്ന 2 കൈവഴികളാണ് ഉള്ളത്. ഒന്ന് കാള റോഡുമായി ബന്ധപ്പെട്ട മെയിൻ റോഡ്. അവിടെ സ്കൂൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നീന്തി പഠിക്കാം. സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലെ റോഡ്, അതിൽ വെള്ളക്കെട്ട് ഇന്ന് പോയാൽ നമുക്ക് കാണാൻ കഴിയും. മഴയില്ലാത്ത 3 ദിവസമായിട്ട് പോലും വെള്ളക്കെട്ട് മാറിയിട്ടില്ല. കുട്ടികൾ അവരുടെ ഡ്രസ്സ് നനഞ്ഞിട്ടാണ് സ്കൂളിൽ കയറുന്നത്. അത്ര ആ റോഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ അതിദയനീയമായ ഒരു ചിത്രമാണ് 4-ാം വാർഡിൽ മാത്രമാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊണ്ടാഴി പഞ്ചായത്തിലെ 16 വാർഡുകളിലും ഇതുപോലെയുള്ള നന്നായി പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുണ്ട്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നിഗമനത്തിലും കാഴ്ചപ്പാടിലും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം ശരിയായി എന്നാണ്. വരും ദിവസങ്ങളിൽ CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആലോചിച്ചിരിക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ നല്ല റോഡുകൾ തിരഞ്ഞെടുത്തൊരു യാത്രയാണ്. കാരണം എല്ലാ റോഡുകളും കേടാണ്. ഇനി നമുക്ക് അപൂർവമായിട്ട് എന്ത് കാട്ടാൻ കഴിയൂ? നല്ല ഭംഗിയുള്ള റോഡുകൾ. അപ്പോൾ നല്ല ഭംഗിയുള്ള റോഡുകൾ അന്വേഷിച്ച് ഞങ്ങളൊരു യാത്ര നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയാണ് ആ മെമ്പർ ജയിച്ചു പോയ 4-ാം വാർഡിൻ്റെ സ്ഥിതി അത്ര ദയനീയമാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഇന്ന് ഈ സമരം ഇവിടെ വഴി തടഞ്ഞുകൊണ്ട് നടത്താൻ തീരുമാനിച്ചത്. CPM നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CA സുനിൽകുമാർ, ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഗോകുലൻ എന്നിവർ സംസാരിച്ചു. പാർട്ടി നേതാക്കളായ സത്യഭാമ, ഗിരീഷ്, മനോജ് എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. മായന്നൂർ സെന്റ് തോമസ് സ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ട് വിദ്യാർത്ഥികളെ ദുരിതത്തിലാഴ്ത്തുന്നതായും സമരക്കാർ ചൂണ്ടിക്കാട്ടി. 4-ാം വാർഡിലെ റോഡാണ്. പക്ഷേ ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട്. വണ്ടികൾ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത്രയും പെട്ടെന്ന് നന്നാക്കി തന്നാൽ അത്രയും ഉപകാരമായിരുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് CPM പ്രവർത്തകർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു. അതിനകത്ത് ബഹുമാനപ്പെട്ട കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ഈ കൊണ്ടാഴി പഞ്ചായത്തിനകത്ത് ഉടപൊളിയായി കിടക്കുന്ന ഒരു റോഡ് പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പച്ചക്കള്ളമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഇത് റോഡാണോ തോടാണോ വെച്ചാൽ നമുക്കറിയില്ല. ഇത് 4-ാം വാർഡിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജയിച്ചു പോയൊരു വാർഡിനകത്തുള്ള ഒരു കോഴിയാണിത്. ഇത് മാത്രമല്ല, ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ മൃഗാശുപത്രി റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥ ഒരു വണ്ടികൾക്കും പോകാൻ പറ്റാത്ത, നമ്മളൊരു വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം ആ വണ്ടി വർഷാപ്പ് കയറേണ്ട ഒരു അവസ്ഥയാണ് ആ റോഡിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ പള്ളിയുടെ വടക്ക് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പള്ളിയുടെ ബാക്കിലേക്ക് എത്തിച്ചേരുന്ന വഴിയാണ്. ആ വഴി യാത്രക്കാർക്ക് വണ്ടിക്ക് പോകാനേ വഴിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള റോഡായി മാറിയിരിക്കുകയാണ്. 4-ാം വാർഡിനകത്ത് തന്നെ ഏകദേശം 10-18 റോഡുള്ളതിൽ ആകെ ഈ 5 കൊല്ലം കഴിയാറായി. ഇനി ആകെ 4-5 മാസമുള്ളൂ. ഇതിനൊക്കെ ആകെ ചെയ്ത 2 റോഡ്, അത് ഒരു റോഡ് ചാക്കപ്പമ്പടി മുതൽ ITC വരെ ഒരു
60 മീറ്റർ. പിന്നെ അത് അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കയറ്റം മുതൽ ഒരു ഇറക്കം വരെ ഒരു 10 മീറ്റർ. ഈ 5 കൊല്ലത്തിനിടയ്ക്ക് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഇവിടുന്ന് 4ാം വാർഡിൽ നിന്ന് ജയിച്ചു പോയ പ്രസിഡന്റ് ചെയ്ത 2 റോഡിൻ്റെ 2 ഭാഗങ്ങളാണ് ആ ഭാഗം. ബാക്കിയുള്ള റോഡുകളൊന്നും ഈ 18 നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കുണ്ടും കുഴിയും ആയി കിടക്കുന്ന റോഡുകളാണ്. CCV ന്യൂസ് കൊണ്ടാഴി.